PMA ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ഒരു കഥ പറയുകയാണിതിൽ. ഗുരുവും ശിഷ്യനും കൂടെ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം തേടി ഇറങ്ങിയതാണ്. അവരങ്ങനെ ഒരു കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ആ കടലിൻ്റെ തെക്കേ അറ്റത്ത് ഒരു ഭാഗത്ത് അത്രയൊന്നും ആരും പോകാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഗുരുവും ശിഷ്യനും കൂടെ ആ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. കുറച്ച് നടന്നെത്തിയപ്പോൾ രണ്ടാളുകൾ നടന്നു പോയ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഇത് ശരിയാവില്ല, അവിടെ ആരോ നടന്നു പോയ വഴി കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കില്ല അത്. ഗുരു ഒന്നും പറഞ്ഞില്ല. ഗുരു മുന്നോട്ടങ്ങ് നടന്നുപോയി. ശിഷ്യന് പിന്നാലങ്ങ് നടന്ന് ചെന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരാളുടെ കാൽപ്പാട് കാണുന്നില്ല, 2 കാലടികൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഒരാളവിടെ പോയി. അതിനും ഗുരു മറുപടി ഒന്നും പറഞ്ഞില്ല. ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഒരുപക്ഷെ അവർ നമ്മൾ 2 പേരും നടന്നു പോയതുപോലെ തന്നെ പോയതായിരിക്കും. ഇടയ്ക്ക് അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, കലഹിച്ചിട്ടുണ്ടാവും, ഒരാൾ മറ്റേയാളെ കൊന്ന് കടലിൽ താഴ്ത്തിയിട്ടുണ്ടാകും. അതിനും ഗുരു മറുപടി പറഞ്ഞില്ല. ഒരു ഇളം പുഞ്ചിരിയോടുകൂടി ഗുരു പിന്നെയും മുന്നോട്ട് നടന്നു. അങ്ങനെ അവർ നടന്ന് കുറേ അങ്ങ് എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് 2 ആളുകൾ. അവർ പരസ്പരം രസിച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഗുരു അവിടുന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് കൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ധാരാളം സ്ഥലമുണ്ടല്ലോ. അങ്ങനെ അവർ അവിടെ ഇരുന്നു. ഗുരു പറഞ്ഞു, നീ ആ 2 ആളുടെ കാൽപ്പാട് കണ്ടപ്പോഴേ ചിന്തിച്ചത് ബലങ്ങാണ്, നേരെയല്ല ചിന്തിച്ചത്. കാര്യങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ 2 ആളുടെ കാൽപ്പാട് മാറിയിട്ട് ഒരാളുടെ കാൽപ്പാടായി മാറിയല്ലോ. ഗുരു അതിനും മറുപടി കൊടുത്തു, ഒരുപക്ഷെ അവർ കുറേ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്നവരായിരിക്കും. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാൾ തളർന്നുപോയി. അയാൾക്ക് നടക്കാൻ വയ്യാതായപ്പോൾ കൂട്ടുകാരൻ അദ്ദേഹത്തെ ചുമലിലേറ്റി. അങ്ങനെ ചുമലിലേറ്റി ആ കൂട്ടുകാരനെയും കൊണ്ടാണ് അയാൾ നടന്നത്. അതുകൊണ്ടാണ് ഇനി ശ്രദ്ധിക്കാത്തൊരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അഥവാ 2 ആളുടെ കാൽപ്പാട് മാറിയിട്ട് പിന്നെ ഒരാളുടേതായപ്പോൾ ആ കാൽപ്പാടുകൾ ഇത്തിരി അമർന്നിരുന്നു, മണ്ണിലേക്ക് വല്ലാണ്ട് താഴ്ന്നു പോയിട്ടുണ്ട്. അത് ഈ 2 ആളുടെ ഭാരം ചെന്നപ്പോഴാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാര്യങ്ങളെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ളത് തന്നെയായിരിക്കും. നമ്മളുടെ കൂടെയുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ഈ കാൽപ്പാടുകളെ പോലെ തന്നെയാണ്. കൂടെയുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവോ എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ അവരെ കുറിച്ചിട്ടുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രതികരിക്കുന്നത് ആ തെറ്റായ ധാരണ വെച്ചിട്ടായിരിക്കും. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ നമ്മുടെ അടുത്ത കൂട്ടുകാർ, നമ്മുടെ ഹൃദയത്തിൽ കയറി കൂടിയ ആളുകൾ ഒരുപക്ഷെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പരസ്പരം തെറ്റി പിണങ്ങി മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. പിന്നീട് കാര്യം മനസ്സിലാവുമ്പോൾ നമ്മൾ ആയിരിക്കും, അയ്യോ, ഞാൻ വെറുതെ വേണ്ടാത്ത കുറേ ചിന്തിച്ചു കൂട്ടിയല്ലോ, വേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു എന്ന് നമ്മൾ മടങ്ങി ചിന്തിക്കും. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. വളരെ നേർത്ത ഒരു നൂൽപ്പാലം ആണ് നമ്മുടെ ഈ ജീവിതം. ആ നൂൽപ്പാലത്തിലൂടെ നമ്മൾ ശ്രദ്ധയോടെ കൂടി നടന്നാൽ നമുക്ക് അക്കരെ എത്താൻ സാധിക്കും. വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: വെളിച്ചം എനിക്ക് കാണിച്ചു തന്നു, ഇരുട്ടിലേക്ക് നോക്കി ഞാൻ വിചാരിച്ചതൊക്കെയും എത്ര കളവായിരുന്നു എന്ന്.